ظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا رسول الله خذ بيدي قلت هيلتي أدركني مرادي الصلاة والسلام عليك يا نبي الله خذ بيدي قلت هيلتي أدركني مرادي الصلاة والسلام عليك يا نبي الله خذ بيدي قلت هيلتي أدركني مرادي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تقدموا لأنفسكم من خير تجدوه عند الله من خير تجدوه عند الله هو خيرا وأعظم أجرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم قال رسول الله صلى الله عليه وسلم ما تزال قدم عبد يوم القيامة حتى يسأل عن أربع عن عمره فيما أفنى وعن شبابه فيما أبلى وعن ماله من أين اكتسبه وأنفقه وفيما أنفق وعن علمه ماذا عمل فيه.
ബഹുമാന ആദരവുകൾ നിറഞ്ഞ യോഗാരംഭം മുതൽ ഈ വേദിയെ സന്നിഹിതരാക്കിയ ബഹുമാന്യരായ ഉസ്താദന്മാരെ, ഈ സദസ്സിലും വേദിയിലിരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, കൊച്ചനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയതായ എല്ലാ ചെറുതും വലുതുമായ സകലമാന പാപങ്ങളും ജഗന്നിയന്താവായ ജഗദീശ്വരനായ റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാപ്പാക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടലിനെ റബ്ബ് സ്വീകരിച്ച് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുകയും അവരല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വിശിഷ്യ ഈ വിനീതന് എല്ലാവിധമായ മാർഗനിർദ്ദേശ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു സൂഫി ചക്രവാളത്തിന്റെ അഭിമന്യ ഗുരു ബഹുമാനപ്പെട്ട പറ്റ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മൾ മരണപ്പെട്ടു പോയ ലോകം ശംസെന്ന് വിളിച്ചാദരിച്ച ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെയും കണ്ണീത്ത് ഉസ്താദിന്റെയും കാളമ്പാടി ഉസ്താദിന്റെയും മാനുസ്താദിന്റെയും നാട്ടിക ഉസ്താദിന്റെയും എല്ലാ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, SKSSF-ന്റെയും SBVയുടെയും SYS-ന്റെയും എല്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ഏകദിന മതപ്രഭാഷണ വേദിയിലാണ് നാം ഏവരുമുള്ളത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കണ്ണീത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് എന്നിവരെ കുറിച്ചുള്ള അനുസ്മരണം തൊട്ടു മുമ്പുള്ള പുസ്തകങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എന്ന ശീർഷകത്തിന്റെ കീഴിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു പറയുവാനും കേൾക്കുവാനുമുള്ള തൗഫീഖ് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ബഹുമാനപ്പെട്ട ഉഖൈല റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് വല്ലാതെ ദാഹം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഹബീബായ നബി തങ്ങൾ അല്പം വെള്ളം തന്നാൽ എന്റെ ദാഹമം അകറ്റാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനോട് ആര് എന്ത് എപ്പോൾ എങ്ങനെ വന്ന് ചോദിച്ചാലും പ്രവാചകൻ ഇല്ല എന്ന് പറയുന്നൊരു പദം പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ഉയർന്നു വീണതായിട്ട് കാണാൻ കഴിയില്ല. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖൈല റളിയല്ലാഹു അൻഹുവിനോട് അമ്പരചുംബിയായിട്ട് നിൽക്കുന്ന പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഉഖൈൽ, ആ പർവ്വതത്തിന്റെ അടുത്തേക്ക് നീ ചെല്ലുക, എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് നീ പറയുക, വെള്ളം തരണം എന്ന് പറഞ്ഞു എന്ന് പറയുക, ആ വെള്ളം കുടിച്ച് നിന്റെ ദാഹം അകറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുമ്പോൾ സന്തോഷം കൊണ്ട് ഉഖൈൽ റളിയല്ലാഹു അൻഹു ആ പർവ്വതത്തിന്റെ ചാരത്തേക്ക് ചെന്നു. എന്നിട്ട് ആ പർവ്വതത്തോട് പറഞ്ഞു, പർവ്വതമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡറുമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്.
എനിക്ക് വല്ലാതെ ദാഹം അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അല്പം വെള്ളം തരണമെന്ന പർവ്വതത്തോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനവുമായി കടന്നു ചെന്ന ഉഖൈൽ റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കാൻ പർവ്വതം തയ്യാറായില്ല. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട ഉഖൈൽ റളിയല്ലാഹു അൻഹു പോയ സ്പീഡിനേക്കാൾ 10 മടങ്ങ് സ്പീഡിലേക്ക് പ്രവാചകന്റെ ഹളറത്തിൽ വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ആ പർവ്വതം എന്നോട് മറുപടി തന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ദാഹമകറ്റാൻ എനിക്ക് വെള്ളം തന്നില്ല പ്രവാചകരെ എന്ന് പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഏതൊരു പർവ്വതത്തിന്റെ അടുക്കലേക്കാണോ ഉഖൈൽ റളിയല്ലാഹു അൻഹു പോയത്, ആ പർവ്വതത്തിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉഖൈലിനെയും പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ആ പർവ്വതത്തോട് പറഞ്ഞു, പർവ്വതമേ, എന്റെ ആഹ്വാനവുമായി എന്റെ ഉഖൈൽ വന്നിട്ട് എന്തേ നീ വെള്ളം കൊടുക്കാത്തത് എന്ന് ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പർവ്വതത്തോട് ചോദിക്കുമ്പോ ആ പർവ്വതം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു പോയതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 2-3 ദിവസങ്ങൾക്ക് പരിശുദ്ധമായൊരു ഖുർആൻ ആയത്തിറങ്ങിയല്ലോ, വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്ന് തുടങ്ങുന്നൊരായത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ ഓതിത്തടന്നു പോയ ആ ആയത്തിന്റെ വിശദീകരണം ഞാൻ ഓർത്തുകൊണ്ട്, ആയത്തിന്റെ അർത്ഥം ഓർത്തുകൊണ്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഉഖൈൽ വന്നുകൊണ്ട് എന്നോട് വെള്ളം ചോദിക്കുന്നത്. അതല്ലാതെ ഉഖൈലിനോട് എനിക്ക് പിണക്കമില്ല, ഉഖൈലിനോട് എനിക്ക് ദേഷ്യമില്ല എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്കോ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്കോ സഹോദരന്മാർക്കോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കറിയോ അതിന്റെ അർത്ഥം എന്തെന്നോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെന്നറിയോ? വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അല്ലാഹുവേ, പർവ്വതം പറഞ്ഞു, നബിയേ, നാളെ കത്തിയാടുന്ന നരകത്തിൽ കത്തിക്കപ്പെടുന്ന വർഗം ഒന്ന് കല്ലുകളാണ്, മറ്റൊന്ന് മനുഷ്യവർഗമാണെന്ന് അല്ലാഹുവിന്റെ ഒരു ആയത്തിറങ്ങിയിട്ട് ആ ആയത്തങ്ങോട് ഞാൻ കേട്ടുപോയപ്പോ ആ കത്തിയാളുന്ന നരകത്തിൽ എന്നെയും കത്തിക്കപ്പെടുമോ എന്ന് ഞാൻ ഓർത്തുപോയി നബിയേ. അതോർത്തുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞതെന്ന് പ്രവാചകനോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സംഭവം പറഞ്ഞതെന്തിനെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ മുന്നിൽ കിടക്കുന്ന, നമ്മൾ ചവിട്ടി മുന്നോട്ട് ചലിച്ചു കൊണ്ടിരിക്കുന്ന പല്ലുകളില്ലേ, പർവ്വതങ്ങളില്ലേ, അതിങ്ങനെ പാനോളം പടച്ചു തമ്പുരാന്റെ വിഷയെ ഓർത്ത് പൊട്ടി പൊട്ടി കരയുമ്പോ ഞാനോ നിങ്ങളോ അതല്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ള ആരെങ്കിലും ആ കത്തിയാളുന്ന നരകത്തെ കുറിച്ച് ഓർക്കാനോ ആ കത്തിയാളുന്ന നരകത്തിൽ എന്നെയോ കത്തിക്കപ്പെടുമോ എന്നോർത്തുകൊണ്ട് കരയാനോ നമ്മക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡ് നേരമെങ്കിലും അതിന് വിനിയോഗിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവര്, നാളെ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, കണ്ണീരൊപ്പാരാരുമില്ലാത്ത കോടതിയില്ലേ? ദുനിയാവിലൊരു പനി വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയില്ലേ, മക്കളില്ലേ, കൂട്ടുകാരില്ലേ, അയൽവാസികളില്ലേ, എല്ലാവരും ഉണ്ടല്ലോ. നമുക്കൊരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ നമ്മുടെ ഭാര്യ അടുത്ത് വന്നിരുന്നിട്ട് നമുക്ക് പിന്നാരങ്ങൾ പറഞ്ഞു തന്നോ, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു തന്നോ, നമ്മുടെ തലവേദനയ്ക്ക് വേണ്ടി വിശുദ്ധ
വെച്ച് തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കാമെന്നാണ് പടച്ചവന്റെ കോടതിയിലോ ആരാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ആരാ ഉള്ളത് പടച്ചവന്റെ കോടതിയിലോ? ആരാരുമില്ലാതെ ഞാനും നിങ്ങളും നേട്ടോട്ട് പോടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, യുഹ്ശറൻ നാസു യൗമൽ ഖിയാമ ഉഫാതൻ ഉറാതൻ ഗുർലാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബത്തെ നിങ്ങൾക്കറിയോ നാളെ പടച്ചവന്റെ കോടതിയിലോ കോടാനകോടി വരുന്ന ജനസഞ്ചയങ്ങളുണ്ടല്ലോ സഹാബത്തെ. ആദം നബിയുടെ സമുദായത്തെ കൊണ്ടുവരപ്പെടുമ്പോ, നൂഹ് നബിയുടെ സമുദായത്തെ കൊണ്ടുവരപ്പെടുമ്പോ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ കൊണ്ടുവരപ്പെടുമ്പോ, ഇബ്രാഹിം നബിയുടെ സമുദായത്തെ കൊണ്ടുവരപ്പെടുമ്പോ എങ്ങനെയാ അവിടുത്തെ അവസ്ഥയെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, യുഹ്ശറൻ നാസ് യൗമൽ ഖിയാമ ഉഫാതൻ ഉറാതൻ ഗുർലാ. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നോ ഒരു നൂലെണ്ണം പോലും ഇല്ലാതെ പുറത്തേക്കിറങ്ങിനാ റസൂൽ പറയുകയാ, അങ്ങനെയാണ് നാളെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അജ്ഞപാതരാണ്, ചെരുപ്പ് ധരിക്കാത്തവരാവിടെ. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു പോയി, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണോ, ഈ ദുനിയാവിന്റെ പിന്നാമ്പറങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവരെ, അഹങ്കാരത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരെ നിങ്ങളോട് പറയാ, ഒരുപാട് കേട്ടതായ ഹദീസ, ഒരുപാട് നമ്മൾ അറിഞ്ഞതായ ഹദീസ, പക്ഷേ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ അതോ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയുന്ന പ്രിയപ്പെട്ട ഉമ്മത്ത്. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, അന്നിസാഉ വൽറിജാലു ജമീആ. നബിയേ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണോ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണോ നബിയേ എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം യാ ആയിഷ, നഅം യാ ആയിഷ. അവിടെ ഒരുമിച്ചാണ് ആയിഷ, ഒരുമിച്ചാണ് ആയിഷ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ് ആയിഷ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, യൻദുറു ബഅ്ളുഹും ഇലാ ബഅ്ള്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ നബിയേ? ആണുങ്ങളും പെണ്ണുങ്ങളും നിബിതങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അവിടത്തെ അവസ്ഥ വല്ലാത്തൊരു ബേജാറാ, വല്ലാത്തൊരവസ്ഥയാണ് അവിടെ. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം നോക്കാൻ പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ബേജാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റം പായ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇരിക്കണം പ്രിയപ്പെട്ടവരെ, ഇത് ഞാനല്ല പറയുന്നത്. പിന്നെ ആരാ പറഞ്ഞത്? പണ്ഡിത വരേണ്യന്മാരാണോ പറഞ്ഞത്? അല്ല. ആരാ പറഞ്ഞത്? സദിഖുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരുടെ മാശറയുടെ തിരുമുറ്റത്ത് അല്ലാഹുവിന്റെ സംശയത്തിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായതുകൊണ്ട് പറയാ, അല്ലാഹുവിന്റെ സംശയത്തിൽ എല്ലാവരും ഇങ്ങനെ നെട്ടോട്ടമോടും ആദം നബിയോടും നൂഹ് നബിയോടും ഇബ്രാഹിം നബിയോടും ഇബ്രാഹിം നബിയുടെ എല്ലാവരും ലോകത്ത് വന്നു പോയതായ 1,24,000 പരം പ്രവാചകന്മാർ ഓട്ടമോടുകയായി. ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ചെല്ലും, ഉമ്മ നമ്മുടെ പിതാവായ ആദം നബിയിലേക്ക് ചെല്ലും, അവിടെ ചെന്നിട്ടൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. എല്ലാവരും കൈയൊഴിയും, എല്ലാവരും കൈയൊഴിഞ്ഞു വിട്ട് നമ്മളെ ചെല്ലുന്നത് എവിടെയാ? ആ മഹ്ശറയുടെ തിരുമുറ്റത്ത് ആരാരും സഹായിക്കാനില്ലാതെ, ആരാരും ഒന്ന് തിരിഞ്ഞു നോക്കാനില്ലാതെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു പോയതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ 6
1666 ആയത്തുകളിലെ പരിശുദ്ധമായ ഖുർആനിലോ ഞാനും നിങ്ങളും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ പ്രിയപ്പെട്ടവരെ ഒരു യാസീനോടുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്ന അതല്ലെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോ ഒരു സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യുമ്പോ ഒരു സൂറത്തുൽ നാസ് പാരായണം ചെയ്യുമ്പോ ആ സൂറത്തിലുള്ള എത്രയോ ആയത്തുകളാ ഉള്ളതെന്നറിയോ, എത്ര സൂറത്തുകളാ അതിലുള്ളതെന്നറിയോ? അതിൽപ്പെട്ടൊരായത്താണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഭാര്യയുണ്ടല്ലോ, നമ്മളെ പ്രസവിച്ച നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മളെ സ്നേഹിച്ച നമ്മുടെ നേതാക്കന്മാരുണ്ടല്ലോ, എല്ലാവരും ആണ് പടച്ചവന്റെ കോടതിയിൽ നെട്ടോട്ടമോടുകയാണോ. എവിടെയാവുന്ന രക്ഷപ്പെടാതെ കഴിയുക എന്ന് ഓർത്തുകൊണ്ടോ എല്ലാവരും നെട്ടോട്ടമോടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, എന്റെ അടുക്കലേക്ക് നിങ്ങൾ ഓടി വരുന്നതാ, എന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാ. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്നവര് റസൂലുള്ളാഹേ ഹബീബുള്ളാഹേ ത്വയ്ബ ഫാദിൽ നീവേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലുക മടി കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുകയാണോ, നാളെ പടച്ചവന്റെ കോടതിയിൽ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ? നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമാ നമ്മുടെ ഹൃദയത്തിന്റെ കാതലായ മദീനയുടെ മണവാളനായ ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ. ആ സ്വലാത്തിന്റെ പവിത്രത കൊണ്ട് അല്ലാഹ് ആ റെക്കമെൻഡ് കിട്ടുന്ന ആ ശുപാർശ കിട്ടുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. പ്രിയ മക്കളെ, സ്വലാത്ത് ചൊല്ലുവൊക്കെ, സ്വലാത്ത് ചൊല്ലാൻ അറിയോ നിങ്ങൾക്ക്? നമ്മുടെ നബിയുടെ സ്വലാത്ത് ചൊല്ലില്ലേ? ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കുക, ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ ഞാനും. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ് അൻത റസൂലുള്ളാഹ് വഖാതിമുൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ അല്ലാഹുവിന്റെ ഹബീബല്ലയോ, താങ്കൾ അല്ലാഹുവിന്റെ ദൂതരല്ലയോ? വഖാതിമുൽ അംബിയാ, താങ്കൾ അവസാനത്തെ പ്രവാചകരല്ലയോ? ഒരു നേതാവിന്റെ മുമ്പിൽ പോയിട്ട് പഞ്ചപുഷ്പ മടങ്ങി നിന്നിട്ടോ ഓഫീസുകളിൽ പോയിട്ട് കയ്യൊപ്പി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഓഫീസിൽ പോയിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പഞ്ചപുഷ്പ മടങ്ങി നിന്നുകൊണ്ട് കൈകോപ്പി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ഓച്ചാരിച്ചു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, നിങ്ങൾ വെറുതെ കേട്ടിട്ടങ്ങോട്ട് പോയാ പോരാ, വീട്ടിലേക്ക് വെറുതെ പോകാൻ വേണ്ടി പറയല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് വല്ല സഹിക്കാൻ പറ്റൂല. എന്നിട്ട് ഹബീബായ നിബിതങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, നബിയെ താങ്കൾ എന്തിനാ ഭയപ്പെടുന്നത്, താങ്കൾ എന്തിനാ ബേജാറാവുന്നത്? താങ്കളുടെ മുൻകാല പാപങ്ങളും പിൻകാല പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ഇസ്മഅലന, ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് റെക്കമെൻഡ് ചെയ്തുകൂടെ, ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ശുപാർശ നടത്തിക്കൂടെ, ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് പടച്ചവനോട് ശഫാഅത്ത് നടത്തിക്കൂടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് വീഴുകയാ, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് വീഴുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ശുപാർശ നടത്താൻ വേണ്ടി പോവാ. ആ പ്രവാചകരെ കുറിച്ചാണോ നമ്മൾ പറയുന്നതോ? അങ്ങാടിയിലെ പച്ചക്കറി കച്ചവടം നടത്തുന്നവരും അല്ലാഹുവിന്റെ റസൂലും ഒരുപോലെയാണെന്ന് പറയുന്ന വിവരം കെട്ട ദോഷികളായ ആളുകളോട് പറയാ, ഉപ്പയില്ല ഉമ്മയില്ല കുടുംബക്കാരില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതോ അല്ലാഹുവിന്റെ റസൂലാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ നമുക്ക്
വേണ്ടി ശുപാർശ നടത്തും പടച്ചവനോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഹിസാബങ്ങളുടെ എളുപ്പമാക്കി വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരാം. ദുനിയാവിന്റെ അവിടത്തെ ഒരു ദിവസത്തിന്റെ കണക്കെത്രയാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ ദുനിയാവിൽ 360 ദിവസം, ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ട് അല്ലേ? ഒരു വർഷം പോയപ്പോൾ നമ്മളൊക്കെ വലിയ സംഭവമായിട്ട് കൂട്ടും. ഇനി ആഖിറത്തിൽ മാശറയിൽ ഒരു ദിവസത്തിന്റെ കണക്ക് ദുനിയാവിലെ 1000 വർഷത്തിന്റെ കണക്കാ ഒരു ദിവസം. നിങ്ങള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാ, അവിടെ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു വരികയാണ്. وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനോട് സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞതിന്റെ ഫലമായി പടച്ച തമ്പുരാൻ വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരികയാ. സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല, നരകത്തിലേക്കായാലും വേണ്ടില്ല എന്ന് നമ്മൾ പടച്ചവനോട് കുത്തിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്നിട്ട് നമ്മൾ പറയും, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല, നരകത്തിലേക്കാണെങ്കിലും വേണ്ടില്ല, ഈ വിചാരണയൊന്ന് നടത്തി തന്നാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് പടച്ച തമ്പുരാൻ കടന്നു വരുന്നത്. ഏത് റബ്ബാണോ നമുക്ക് ഭക്ഷണം തന്നതോ, ഏത് റബ്ബാണോ നടക്കാൻ കാലുകൾ തന്നതോ, ഏത് റബ്ബാണോ ഈ വിശാല വിസ്തൃതമായി കിടക്കുന്ന ഈ ഭൂമി ലോകത്തെ കാണാനുള്ള 2 കണ്ണുകൾ തന്നതോ, ഏത് റബ്ബാണോ നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്നതോ, ഏത് റബ്ബാണോ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വാ തന്നതോ, ഇന്ന് വേണ്ട നമുക്ക് ഏതെല്ലാം സർവമാന ഗുണങ്ങൾ തന്നുപോയിട്ടുണ്ടോ, ആ റബ്ബാ വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരികയാണ്. പടച്ചതമ്പുരാന്റെ കാര്യങ്ങൾ നടത്തപ്പെടുന്ന ആരാ മലക്കുകൾ? പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളുടെ എണ്ണം ഇന്ന് പരിശുദ്ധമായ ഒരു കിതാബിനകത്തോ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയില്ല. ആ മലക്കുകളുടെ എണ്ണം ഒരാൾക്ക് പോലും അറിയാൻ കഴിയില്ല. വെള്ള പേപ്പറിനകത്ത് കറുത്ത മഷി കൊണ്ട് എവിടെയും എഴുതിപ്പെട്ടതായിട്ട് കാണാൻ കഴിയില്ല. ആ മലക്കുകളാണ് കടന്നു വരുന്നതോ. എന്നിട്ടോ പരിശുദ്ധമായ ഖുർആൻ പറയാ, وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان. മലക്കുകൾ നരകത്തെ കെട്ടിവലിച്ചുകൊണ്ട് കടന്നു വരികയാണ് പടച്ചവന്റെ കോടതിയിലേക്കോ. ആ സമയത്താണ് നമുക്ക് ഓർമ്മ വരുന്നതോ നമ്മളെല്ലാം ഓർത്തു പോകുന്നത്, പടച്ചവനെ, ദുനിയാവിൽ 60 വർഷക്കാലം ഞാൻ ജീവിച്ചതാ, 32 35 40 വർഷക്കാലം ഞാൻ ദുനിയാവിൽ ജീവിച്ചവനാ. ഈ ദുനിയാവിൽ ജീവിച്ച കാലം നിനക്ക് വഴിപ്പെടാതെ ജീവിച്ചു പോയല്ലോ എന്ന് ഓർമ്മ വരുന്ന ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ, ഈ 60 വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും? 60 വർഷം എന്ന് നമ്മൾ വലിയ സംഭവമായിട്ട് 60 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ആന മുഴക്കുന്നുണ്ട്. വെറും 21,800 ദിവസമേ ഉള്ളൂ. 21,800 ദിവസമാണ് നമ്മൾ 60 വർഷം ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്ന ദിവസക്കണക്കാണ്. ഈ പറയുന്ന ഞാൻ ഇപ്പൊ 32 വയസ്സുണ്ട്. ഈ 32 വയസ്സുള്ള ഞാൻ ഇപ്പൊ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചെന്നറിയാം, എത്ര ദിവസം ജീവിച്ചെന്ന് അറിയാം? 11,680 ദിവസമാണ് ഇപ്പൊ ഞാൻ ദുനിയാവിൽ ജീവിച്ചത്. രാത്രി 12 മണിയാവുമ്പോ ഞാൻ ജീവിച്ച കണക്കെന്ന് പറയുന്നത്, ദുനിയാവിൽ ജീവിച്ച ദിവസത്തിന്റെ കണക്ക് 11,680 ദിവസം. 60 ഇപ്പൊ നമ്മൾ കാരണന്മാർ ഇവിടെ ഇരിക്കുന്ന ഉപ്പാപ്പമാരെന്ന് ഉപ്പമാര് ഓർത്ത് നോക്കിയേ, നമ്മളിപ്പോ എത്ര വയസ്സായിട്ടുണ്ട്? എത്ര വയസ്സായി? ഒരു 10-20 വയസ്സായി. 60-70 വർഷക്കാലം സംഭവം അല്ലേ? ഒന്നുമില്ല. ദിവസക്കണക്കെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 10, 20, 25, 25,000 ദിവസക്കാലമാണ് ചിന്തിക്കണം. ആ ദുനിയാവിലെ ആ
ആ 22,000 ദിവസത്തിനു വേണ്ടി ദുനിയാവിൽ ഇങ്ങനെ കെട്ടുമടഞ്ഞ് ഇങ്ങനെ കീഴ്മേ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളോ. അപ്പോഴാ നമുക്ക് ഓർമ്മ വരുന്നത് പടച്ചവന്റെ മുന്നിലോ ഞാനും നിങ്ങളും ഓർത്തു പോവുകയാണ്. ഭയങ്കരമായിരുന്നല്ലോ നീ പറഞ്ഞു പോയ സംഭവം അല്ലെ. നമ്മളിപ്പോ നിസ്കരിക്കാൻ വിളിക്കുമ്പോ നിങ്ങൾ വിളിക്കുമ്പോ അങ്ങോട്ടാണ്, നിങ്ങൾ വിളിക്കുമ്പോ അങ്ങോട്ടൊക്കെ ഓട്ട. ഈ അരണുണ്ട്, ഈ അരണ പറഞ്ഞ മനസ്സിലായോ? അരണ നമ്മളിങ്ങനെ പോകുമ്പോ ഒരു പിറ്റിയുടെ ഉള്ളിൽ നിന്ന് ഒരു പൊത്തിന്ന് ചാടി വന്നു കഴിയുമ്പോ പെട്ടെന്ന് ഈ ചാടി വന്നിട്ട് യൂട്ടേൺ അങ്ങോട്ട് യൂട്ടേൺ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ അരണ എന്ത് ചെയ്യും? അതേ പിടിച്ച പോക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ എങ്ങാനും ഇങ്ങനെ വല്ല വരുമ്പോഴായിരിക്കും അത്ര ബാങ്കുളിക്കണം. ആ ചെറുപ്പക്കാരൻ സൈക്കിളിന് ഒറ്റ പോക്ക ബാങ്കുളി കേട്ടിട്ട് പോയില്ല. അവൻ പള്ളിയുടെ അപ്പുറം പോയിരിക്കുന്ന കടയിൽ പോയി ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും. അപ്പോഴായിരിക്കും പള്ളിയിൽ ബാങ്കുളി. നേരെ ഇങ്ങോട്ട് ഒറ്റ പോക്ക. പിന്നെ നിസ്കാരെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് ആളുകളൊക്കെ പോയി കഴിയുമ്പോ അവൻ പിന്നെ അതേപടി വണ്ടി എടുത്ത് വണ്ടി അല്ലേ ആ ഓടുന്നവൻ അവന്റെ കാര്യം അതിന്റെ പേരെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ നുറാത്ത് കീഴ്വായി വിട്ടുകൊണ്ട് ഓടുന്ന ഒരു വിഭാഗമുണ്ട്. വിഭാഗത്തിലാണ് പോയി. പ്രിയപ്പെട്ടവരെ, ആ ഓർമ്മ വരുന്ന എപ്പോഴെന്നറിയോ? നാളെ മാറ്ററിയിൽ വെച്ച് ഓർമ്മ വരിക. അന്ന് പള്ളിയിൽ ഉസ്താദ് ബാങ്ക് വിളിച്ചപ്പോ ഉത്തരം കൊടുക്കാറുണ്ട്. നഷ്ടം. അതുകൊണ്ട് നാളെ പടച്ചവന്റെ കോടതിയിലെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട് കടന്നു പറയുകയാ, നാളെ പടച്ചവനോട് കടന്നു വന്നുകൊണ്ട് നമ്മളെ വിചാരണയ്ക്ക് വേണ്ടി വിധേയമാക്കുമ്പോ ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. തല ഒരു 7 കീറിയിട്ട് തലനാരിയിട്ട് പുറത്തപ്പുറാം അവിടെ ഹിസാബ് നടത്തപ്പെടുകയാ. ഒരു ചെറു നന്മയെങ്കിലും ദുനിയാവിൽ വച്ച് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നന്മ നൽകുമ്പോ, അതിന് പ്രതിഫലം നൽകുമ്പോ, ഒരു തിന്മയാവട്ടെ ചെയ്തു പോയ തിന്മയ്ക്ക് വേണ്ടി എത്ര ചെറിയ നിസ്സാരമായ തിന്മയാണെങ്കിലോ അതിന് നാളെ പടച്ചവന്റെ കോടതി വിധി നടപ്പാക്കി തുല്യമായ ഒരാളെയും അവിടെ എന്ത് ചെയ്യില്ല. സഹോദരന്മാർക്ക് തോന്നുന്നുണ്ടോ ഉസ്താദേ അതിനിപ്പോ എന്താ അതിന് വലിയ സംഭവമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ ചെയ്തതിനൊക്കെ പ്രതിഫലമുണ്ടല്ലോ, എന്ത് കുഴപ്പമൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരും, പടച്ചുതമ്പുരാന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു പോയി, അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാരെ കുറിച്ചാണെന്നറിയോ? എന്നെയും നിങ്ങളെ കുറിച്ചാ പറഞ്ഞു പോയത്. നമ്മൾ നടന്നു പോകുന്ന കാലങ്ങളിലെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിലേക്ക് വരാതെ മോശമായ കാര്യങ്ങളിലേക്ക് വണ്ടി നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാ, പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ കേൾക്കാത്ത രീതിയിൽ നടക്കുന്നവരോട് പറയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ചവന്റെ കോടതിയിൽ വച്ച കാലം മുന്നോട്ട് തലപ്പിക്കാൻ കഴിയില്ല. 4 ചോദ്യം നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും. ഈ 4 കാര്യത്തിന് ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ മുതൽപ്പെടും. ഏതാ ഈ 4 കാര്യം എന്നറിയോ? ബഹുമാനപ്പെട്ട ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും അത്തിക ഉസ്താദും എന്ന് വേണ്ട എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, അവർ കാണിച്ചൊന്നൊരു മാർഗമില്ലേ പ്രിയപ്പെട്ടവരെ? പുറങ്കാല കൊണ്ട് ചവിട്ടി മെതിച്ചിട്ട് നടക്കുന്നവരാ നമ്മളോ. അവരെ കുറിച്ച് പറയുമ്പോ നമുക്ക് പുച്ഛമല്ലേ? ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുമടാ. ആ 4 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ എനിക്കോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് എത്ര വലിയ പവറുള്ളവനാണെങ്കിലും ശരി, ദുനിയാവിൽ എത്ര വെച്ച് അഹങ്കാരിച്ചുകൊണ്ട് നടന്നവനാണ് ശരി, ദുനിയാവിൽ വെച്ച് എത്രയോ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും ശരി, സമ്പന്നനാണെങ്കിലും ശരി, ദുനിയാവിൽ വെച്ച് എത്ര അധികാര പവറുള്ളവനാണെങ്കിലും ശരി, അവരും എല്ലാവരും ഒരുപോലെ. എന്ന്
എന്നിട്ടോ ചോദ്യം ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അൻ അംരിഹി ഫീമാ അഫ്നാ. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന റബ്ബ് ചോദിക്കും. ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പള്ളിയിൽ വെച്ച് ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ പള്ളിയിൽ പറയുന്നു. നമ്മുടെയൊക്കെ ഇവിടെ എല്ലാവരും കൂട്ടത്തുവാളുള്ള സ്ഥലമാണല്ലോ പള്ളിയിലൊക്കെ, അല്ലേ? മറ്റവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അവർ മാറ്റി നിർത്താം. അള്ളാഹുവിന്റെ പള്ളിയിൽ ഇമാമിയും നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ബഹുർ മസൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സാക്കന്മാരിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ ഉറങ്ങിയിട്ടുണ്ട്. അവന്റെ കൈ ഇങ്ങനെ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവും. പിന്നെന്ത് ചെയ്യും? ഉസ്താദിങ്ങനെ അറബിൽ ദുആയാണ്. ഉസ്താദ് ദുആ ചെയ്ത് കഴിഞ്ഞ് ഇഹ്റാമിൽ നിന്ന് എണീറ്റ് പോയാൽ അവനിങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ടാവും, ഇങ്ങനെ ആടുന്നുണ്ടാവും, അല്ലേ? ആ സമയത്ത് ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്, പഠിച്ചവനെ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ, ദീർഘമായുസ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കാതെ, മക്കളെ യതീമീങ്ങളാക്കാതെ വിശാലമായൊരായുസ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ എന്നൊരു ഉസ്താക്കന്മാര്, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഔലിയാക്കന്മാര്, സംഘന്മാര് ദുആ ചെയ്യുമ്പോ, പള്ളിയിലും അതുപോലെയുള്ള മജ്‌ലിസുകളും നമ്മൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാറുണ്ട്. ആ ആമീൻ പറയുമ്പോ നമുക്ക് ദീർഘായുസ് കിട്ടുമ്പോ എന്തിനു വേണ്ടിയാ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നത്? ദുനിയാവിന്റെ ഭൂമി മുകളിലൂടെ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിലായി നമ്മൾ ആയുസ് വന്നുകൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്നത്, പറഞ്ഞു വിടുന്നത് എന്തിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ? കളിച്ച് രസിച്ച് സുഖിച്ച് നടക്കാൻ വേണ്ടിയല്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. നോമ്പ് പിടിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. ദിക്റുകൾ സലാത്തുകൾ ചൊല്ലാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. 10,000 20,000 25,000 ദിവസക്കാലം ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ഓരോ ആയുസ്സുണ്ടല്ലോ, ഓരോ മിനിറ്റുകൾ, ഓരോ സെക്കൻഡുകൾ, ഓരോ മണിക്കൂറുകൾ, ഓരോ ദിവസങ്ങൾ നമ്മൾ നിന്ന് പൊഴിഞ്ഞു പോകുമ്പോ ആ കഴിഞ്ഞു പോയ സമയങ്ങളുണ്ടല്ലോ, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, അത് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണേ പ്രിയപ്പെട്ടവരെ. അതല്ലാതെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കളയല്ല. നാവ് കൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട് ദോഷമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആയുസ്സിനെ മാറ്റിവെക്കല്ല. പള്ളിയുടെ മുനാരങ്ങൾ ശബ്ദത്തിന്റെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇവിടെയാണ് എന്ന ഭാഗ്യന്റെ ശബ്ദം കേൾക്കുമ്പോ നമസ്കാരത്തിലേക്ക് വരിക. ഇവിടെയാണ് വിജയം എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, സഹോദരന്മാര്, യുവ സുഹൃത്തുക്കളോട് സ്നേഹത്തോടുകൂടി പറയുകയാ, അവിടെ ചെന്നുകൊണ്ട് ഉത്തരം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണോ? അതല്ലാതെ ദുനിയാവിന്റെ മറ്റടിക്കുന്ന തോന്നിവാസങ്ങളെ പിന്നാലെ പോകാൻ വേണ്ടിയല്ല. ബാങ്ക് വിളിക്കുന്നു നമസ്കാരത്തിന് സമയമായി അറിയിക്കാൻ വേണ്ടിയാ. ഈ കാമത്ത് കൊടുക്കുന്നത് നിസ്കാരത്തിന് അടയാളമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ പല സഹോദരിമാരും പുറത്തോ അതല്ലെങ്കിൽ അടുക്കളയിലോ എന്തെങ്കിലും ജോലിയുമായി കഴിയുമ്പോഴായിരിക്കാം മുഹറിന് വേണ്ടി വാക്ക് വിളിക്കുക, അസറിന് വേണ്ടി വാക്ക് വിളിക്കുക. പല സഹോദരിമാരും ചിന്തിക്കുക, എന്താണെന്നറിയോ, ഈ പണിയൊന്ന് കഴിയട്ടെ നമസ്കരിക്കാം, അതല്ലെങ്കിൽ ജോലിയൊന്ന് കഴിയട്ടെ എന്നിട്ടും നമസ്കരിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടാവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ നമസ്കാരത്തെ ളുഹറിനെ നിങ്ങൾ പിന്തിക്കാൻ പാടില്ല, അസറിനെ നിങ്ങൾ പിന്തിക്കാൻ പാടില്ല, മഗ്‌രിബിനെ പിന്തിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ? ആ ളുഹറെങ്ങാനും അസറിന്റെ സമയത്ത് നമസ്കരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങാനും കടന്നു വന്നുകൊണ്ട് റൂഹിനെ പിടിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നൂറ് നമസ്കാരം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരന്മാരോട് പറയുകയാ, ളുഹറിന് വാങ്ക് വിളിച്ചാൽ നമസ്കാരത്തിന് ഉത്തരം കൊടുക്കുക, ആ നമസ്കാരം കൃത്യമായ രീതിയിൽ നമസ്കരിക്കുക. സഹോദരിമാര് ബാങ്ക് വിളിക്കണത് എന്തിനാന്ന് വെച്ചാൽ എന്താണെന്നറിയാം? അവരുടെ ഉദ്ദേശം ബാങ്ക് വിളിക്കുന്നത് എന്തിനാണ്?
തലയിൽ തക്ക ഇടാൻ വേണ്ടിയാണ്. ഈ നാട്ടിലേക്കൊന്നും അറിയില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾ തലയിൽ തുണി ഉണ്ടാവൂല. ഈ അടുക്കളയിലും അല്ലെങ്കിൽ മിറ്റത്തൊക്കെ പണിയെടുക്കുമ്പോഴായിരിക്കും ഈ ബാങ്കിൽ തക്കം കിട്ടുക. അടുക്കളയിലാണെങ്കിൽ ഒട്ടും പറയുകയും വേണ്ട. അടുക്കളയിലാണെങ്കിൽ ഈ കഞ്ഞി വാർക്കുന്ന കഞ്ഞി വാർക്കാൻ വേണ്ടി കയ്യിൽ ഇതിൽ തുണി ഉണ്ടാവും. ഈ ബാങ്കിൽ കഞ്ഞി വാർത്തുണിക്ക് സമയത്ത് ബാങ്ക് വെക്കണം. പടച്ചവനെ അപ്പൊ തന്നെ ഇവർ എന്ത് ചെയ്യുന്ന അറിയോ? അള്ളാഹുവെ പള്ളിയിൽ ബാങ്ക് എടുത്ത് ആ കൈക്കിലെ തുണി, ആ തുണി എടുത്ത് തലയിലേക്ക് ബാങ്കെല്ലാം ചെയ്യുമ്പോൾ അതേപടി താഴേക്ക് ഇല്ലേ? സഹോദരിമാർ 99% ഈ നാട്ടിലുണ്ടോന്നും അറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ സഹോദരിമാര് ബാങ്ക് വിളിക്കുമ്പോൾ അതും തലയിൽ തട്ടോടും, അല്ലാത്ത സമയത്തും തലയിൽ തട്ടോടും. അങ്ങനെയല്ലേ ചെയ്യാ? അങ്ങനെയല്ലേ കയ്യിൽ കിട്ടുന്ന എന്ത് സാധനമാണോ അതാണോ തലയിലേക്ക് കിട്ടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്, ആയുസ് കാലഘട്ടമുണ്ടല്ലോ, 60, 70, 80 അവിടെ വയസ്സായാലും ആ ആയുസ് കാലഘട്ടം അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ ഞാൻ എന്റെ സ്വന്തം നെർസിനോട് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാം, ജീവിക്കുന്നത്രയും കാലം ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ പായാതെ നമ്മുടെ ആയുസ് കാലഘട്ടം അല്ലാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്കറിയോ എന്റെ സഹോദരന്മാര് ആയുസ് സമയങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ മണ്ട് സഹോദരിമാര്. നമ്മുടെ ഈ നാട്ടിലേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടില് സീരിയലിന്റെ പിന്നാലെ സഹോദരിമാരാണ്, സിനിമയുടെ പിന്നാലെ. സമയം അതോ സമയം എങ്ങനെ കളയാൻ പറ്റുമോ അതിന്റെ പിന്നാലെയാണ് സഹോദരിമാർ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് വേണ്ട, നമുക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് ചോദിക്കുമ്പോ എന്തിനു വേണ്ടിയാണെന്നാ മറുപടി പറയേണ്ടത്. പഠിച്ചവനെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചുവെന്ന് പറയാൻ കഴിയണോ? അതല്ലാതെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോ, പരദൂഷണങ്ങൾ പറയുമ്പോ, മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാര്, കൊച്ചരിചെത്തിമാരോട് വളരെ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി പറയുകയാ, ഓരോ സമയവും കഴിഞ്ഞു പോകുമ്പോ ആ സമയം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. മാസാന്തര സ്വലാത്ത് മസ്ജിദിന് വേണ്ടി, പണി നിർമ്മാണത്തിന് വേണ്ടി ചോന്നാപ്പള്ളം ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി കുടുംബം 1 ലക്ഷം രൂപ അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ചോന്നാപ്പള്ളം ഫാമിലി എന്ന് പറയുന്ന ഒരു കുടുംബം 1 ലക്ഷം രൂപ അല്ലാഹു കബൂലാക്കി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു പോയി, ഈ ആയുസ് കാലഘട്ടം ഞാൻ പറഞ്ഞവല്ലോ, വെറും 60 വർഷക്കാലം ജീവിക്കുന്ന ഒരു വ്യക്തി 22,000 ദിവസമാണ് ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ 22,000 ദിവസത്തെ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ടെന്ന് കണക്കാക്കി 22,000 ദിവസത്തെ മണിക്കൂർ എടുത്തുനിന്ന് പരിശോധിച്ചു നോക്കിയിട്ട് നമ്മൾ എത്ര ദിവസക്കാലം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് റബ്ബിന് വഴിപ്പെട്ടു എന്ന് നമ്മളൊന്ന് പരിശോധിക്കണോ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊന്ന് കണക്കെടുക്കണോ, എത്രയോ സമയമാണ് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയാൻ, പരദൂഷണങ്ങൾ പറയാൻ, തെറിവിളിക്കാൻ, ആക്ഷേപിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊന്ന് ചിന്തിക്കണോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകളുടെ ഒരു വീക്ഷണമാണല്ലോ, സ്ത്രീകളുടെ ഒരു വീക്കെൻഡ് ആണല്ലോ മറ്റുള്ളവരെ കുറിച്ച് പറയുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണോ? ഈ നാട്ടിലുള്ള സഹോദരിമാർക്ക് വിഷമം തോന്നണ്ട. ഈ നാട്ടിലെ ഉമ്മമാരെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞതോ. അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു പോയതാ, എന്നറിയോ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വളരെ നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യമാണോ? ഇന്ന് വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും എല്ലാ യുഗത്തിലാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നതോ. 2-3 ദിവസങ്ങൾക്ക് വാട്സപ്പിലൂടെ നമ്മുടെ വിരലിന്റെ തന്തവിരലിന്റെ മുഖത്തൊരു ഫോട്ടോ കൊടുത്തിട്ട്, ഒരു മുഖത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിന്റെ അടിയിലൊരു നെയിം ബോർഡ് കൊടുത്തിരുന്നു. പരിശുദ്ധമായ സൂറത്ത് യാസീനിലായിട്ടുണ്ട്. ആ ആയത്തിനത് കൊടുത്തുകൊണ്ട്, ആ ഫോട്ടോസ് കൊടുത്തുകൊണ്ട്, നമ്മുടെ വിരൽ കൊടുത്തുകൊണ്ട് അതിനടിയിൽ ആയത്ത് കൊടുത്ത് എന്താണെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക്